ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ പഴന്തോട്ടം നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരുന്ന 3,850 സെൻറ്റ് ലാൻഡും 1980 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഒരു കവേഡായിട്ടുള്ള കാർ പോർച്ച് ഇവിടെയും, കൂടാതെ നമുക്ക് മറ്റൊരു വാഹനം കൂടി ഇവിടെയും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കൂടാതെ കടപ്പ കല്ലുകൾ നൽകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി മുറ്റം നല്ല രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് വറ്റാത്തൊരു കിണറാണ്. അത് വടക്കേ കിഴക്കേ മൂലയിൽ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടുകൾ ഗ്രാനൈറ്റുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഡോറ് വരുന്നത് ഒറ്റൽ പാളിയിൽ തിരിച്ചെടുത്താണ് ഡോറാണ് ഇവിടെ വരുന്നത്. നല്ല ഡിസൈനിലാണ് ഇവിടെ ഡോറുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. കൂടാതെ വളരെ വലുപ്പത്തിലുള്ള ഒരു TV യൂണിറ്റും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസും TV യൂണിറ്റിൻ്റെ അടിയിൽ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. മുകളിൽ നല്ല ഫാൾസീലും വർക്കുകളും ഫാനൊക്കെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയയും നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ വരുന്നത് ഒരു എൽ ഷേപ്പിലാണ്. കൂടാതെ ഡൈനിങ് ഏരിയയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ ഇവിടെയും സെപ്പറേഷനായിട്ട് നല്ല 4-5 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്കിവിടെ ലഭ്യമാവുന്നതാണ്. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും മുകളിലും താഴെയും നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഡിസൈനിലാണ് ഇവിടെ കബോർഡൊക്കെ നൽകിയിരിക്കുന്നത്. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് കവർ ചെയ്ത് ക്ലിയർ ആക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം താഴെ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും മനോഹരമായ വാൾഡ്രോബ്സുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. 3 പാളിയിലുള്ള വാൾഡ്രോബ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ് ചെയ്യാൻ്റെ ഒരു ടേബിളോട് കൂടി നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ ഫാൾസീലും വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. ഈ ബാത്റൂം മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ്. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിനോട് കൂടി നമുക്കിതിൻ്റെ കൂടെ വരുന്നുണ്ട്. ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പത്തിലാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെയും വാൾഡ്രോബ്സുകളൊക്കെ വന്നിരിക്കുന്നു. 2 ഡോറിലുള്ള വാൾഡ്രോബ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു മിറർ യൂണിറ്റും കൂടെ ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല ഫാൾസീലും വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ്, മീഡിയം വലുപ്പത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറിയൊരു വാഷ് ബേസിനും ഇതിനകത്ത് നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗ്രാനൈറ്റിന് ബോർഡറുകളും ഇവിടെ ടൈലാൽ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഹാൻഡിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസോടും കൂടിയുള്ള നല്ല ടൈപ്പ് ഹാൻഡിൽസാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ വരുന്നത് നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ ആണ്. നല്ല ഓഫീസ്
കാര്യങ്ങളും എല്ലാം ചെയ്യാവുന്ന രീതിയിലും നല്ലൊരു ടി വി യൂണിറ്റ് കൂടി നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകി അപ്പർ ലിവിങ് ഏരിയ മനോഹരമായിട്ടിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല വാൾഡ്രോബ്സുകളൊക്കെ നൽകിയിരിക്കുന്നത് 3 കള്ളികളായി തിരിച്ചിട്ടുള്ള വാൾഡ്രോബ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ മനോഹരമായി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതും ചെറിയ രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂം ഉണ്ടെങ്കിലും നല്ല വലുപ്പത്തിലാണ് 2 ബെഡ്റൂം വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെയും നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു ചെറിയൊരു വാഷ് ബേസിൻ വെക്കാനുള്ള പ്രൊവിഷനും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ ഇവിടെ പ്രവേശിക്കുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസാണ്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെ കോൺക്രീറ്റിൽ തന്നെയാണ്, അല്ലാതെ ഷീറ്റൊന്നുമല്ല. നമുക്ക് ഇവിടെ നല്ല വാഷ് ബേസിനൊക്കെ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരു മീഡിയം വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണിക്ക് ഡിസൈൻ നൽകുന്നതിനായിട്ട് ഇവിടെ സ്റ്റീലും ഗ്ലാസും ഒക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്കൊരു മുകളിൽ നല്ലൊരു ഇതും സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ പഴന്തോട്ടം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 50 മീറ്റർ മാത്രം അകലെയായി, പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെ 3,850 സ്ഥലവും 1,980 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഇതുകൂടാതെ നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.